ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. എറണാകുളം വരെയാണ് പോകുന്നത്. ഈ പോകുന്നത് കോട്ടയം കൊല്ലം പാസഞ്ചറാണ്. നമ്മൾ പോകുന്നത് വേനാടിനകത്താണ്. രാവിലെ 5:20 തിരുവനന്തപുരത്ത് നിന്നെടുത്ത് 12:30 ഷൊർണൂർ എത്തിച്ചേരുന്ന ട്രെയിനാണ്. നമ്മൾ 7 മണിക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ഈ കാണുന്ന തുരങ്കം കോട്ടയം എറണാകുളം ഭാഗത്തോട്ട് വരുമ്പോൾ കൊണ്ടായിരുന്ന ഒരു തുരങ്കമായിരുന്നു. നേരത്തെ ഈ തുരങ്കത്തിനകത്തൂടായിരുന്നു ട്രെയിൻ പോകുന്നത്. ഇപ്പം തുരങ്കത്തിന് പുറത്തൂടാണ്. ഇപ്പോൾ 2 വരി പാതയാക്കി. കോട്ടയം എത്താറാവുമ്പോഴായിരുന്നു ആ തുരങ്കം ഉള്ളത്. പണ്ട് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് 2023. ആ വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഞാൻ ഇടുന്നത് ഈ പരശുറാമിനകത്ത് കോട്ടയത്തോട്ട് വരുന്നൊരു വീഡിയോ ആയിരുന്നു. നമ്മളിപ്പോൾ എറണാകുളം പോകുന്നത് വെറുതെ പോവുക, എവിടെയെങ്കിലും പോകണം എന്നിങ്ങനെ വിചാരിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് ട്രെയിനകത്ത് പോകാം. എനിക്ക് ട്രെയിനകത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ട്രെയിനകത്ത് പോകാമെന്ന് പറഞ്ഞു. നിൽക്കുകയാണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ബൈക്കിൽ പോകാമെന്ന്. കാരണം എവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകണമെങ്കിൽ ട്രെയിനകത്ത് പോകുമ്പോൾ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എറണാകുളത്ത് പോകാം, അവിടെ ആകുമ്പോൾ മെട്രോ ഉണ്ട്, പിന്നെ അല്ലേ ബസ്സിൽ കയറി പോകാം, നടന്നു പോകാം, അതുകൊണ്ട് നമുക്ക് ഇവിടെ പോകാമെന്നും പറഞ്ഞ് വാട്ടർ മെട്രോയിലൊക്കെ കയറാമെന്നും പറഞ്ഞ് എറണാകുളത്തോട്ട് വിളിച്ചുകൊണ്ട് വന്നേ. അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തറ വന്നിറങ്ങി. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയായിരുന്നു മെട്രോ സ്റ്റേഷൻ. എറണാകുളത്ത് എവിടെ പോകണമെന്നൊന്നും കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം പിന്നെയും ഇങ്ങനെ ഇവിടെ പോകുമെന്നൊക്കെ വിചാരിച്ച് ഫോർട്ട് കൊച്ചി പോകാം. അപ്പം ബോട്ട് ജെട്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് ഫെറി എടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് മഹാരാജാസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു മെട്രോയിൽ. മെട്രോ ഉണ്ടോ ഫുള്ള് പരസ്യമൊക്കെ ഒട്ടിച്ചേക്കുക. എന്തോ മെട്രോയ്ക്കകത്ത് എല്ലാ മെട്രോയിലും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിൻ്റെ പരസ്യമാണ് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. ആ മെട്രോയ്ക്കകത്തും അത് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെയാണ് സുഭാഷ് പാർക്ക്. സുഭാഷ് പാർക്ക് ഇപ്പോൾ ഓപ്പണിംഗ് അല്ല, അതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ. രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്തോ ആണ് സുഭാഷ് പാർക്ക് ഓപ്പണിങ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് നേരം സുഭാഷ് പാർക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. കണ്ടോ, അകത്ത് കയറിയായിരുന്നെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കായലിൻ്റെ സൈഡിലൊക്കെ പോകായിരുന്നു. പക്ഷേ ഇന്ത്യയാണ് ഈ സമയം ഇപ്പോൾ ഓപ്പണിംഗ് അല്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ നോക്കിയിട്ട് അതിലേക്കൊണ്ട് നടന്ന് തന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബോട്ട് ജെട്ടി വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു മുട്ട പപ്സും ലൈം ജ്യൂസും കുടിച്ചു. അവിടെ നിന്ന് നമ്മൾ നടന്ന് എറണാകുളം ബോട്ട് ജെട്ടി വന്നു. എറണാകുളം ബോട്ട് ജെട്ടിയിൽ വന്നപ്പം 11:45 വരെ നമ്മൾ എവിടെ ഇരിക്കണം. ഫോർട്ട് കൊച്ചിയിലോട്ടുള്ള ഇത് 11:45 ഉള്ളായിരുന്നു. ഈ കിടക്കുന്ന ഫെറി ഉണ്ടോ, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫെറി കിടപ്പുണ്ട്. അതിനകത്ത് നിന്ന് ഈ ആൾക്കാർ ഇറങ്ങി വരുന്നത് ഈ നമ്മൾ കണ്ടത് എന്തോ പണി നടക്കുവാണ്. നമ്മൾ പോകുന്നത് ഇതിനകത്താണ്. ഇതിനകത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമുക്ക് അറ്റത്തെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഹെലികോപ്റ്റർ ഒന്നുണ്ട്. ഇവിടെ നിന്നാൽ കുറേ ഇപ്പോൾ കുറേ ഹെലികോപ്റ്റർ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഹെലികോപ്റ്റർ പോയിക്കൊണ്ടേയിരിക്കുമായിരുന്നു. നമുക്ക് ഒരാൾക്ക് 6 രൂപയാണ് ടിക്കറ്റ് ആയത്. അങ്ങനെ നമ്മൾ അറ്റത്തെ സീറ്റൊക്കെ തന്നെ പിടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് പോവാണ്. നമ്മൾ പോകുന്ന ഈ ബോട്ട് എന്ന് പറയുന്നത് വൈറ്റില വരെ പോകുന്നതാണ്. ഫോർട്ട് കൊച്ചി വഴി വൈറ്റില വരെ പോകും. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങും. അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നുള്ളത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തീരുമാനിക്കും. നമ്മൾ ആ കാണുന്നുണ്ടോ, അവിടെ നിന്നാണ് നമ്മുടെ ഈ ബോട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എറണാകുളം ബോട്ട് ജെട്ടിയാണത്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് മട്ടാഞ്ചേരിയിലോട്ട് നടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഓട്ടോയുടെ കളർ കണ്ടോ, വെറൈറ്റി കളർ. ഞാൻ ആദ്യമായിട്ട് ഈ കളർ ഓട്ടോ ആണെന്ന്. അങ്ങനെ നമ്മളിവിടെ നിന്ന് മട്ടാഞ്ചേരിയിലോട്ട് നടക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിയിലെല്ലാം 2 സൈഡിലും കടകളായിരുന്നു. കൂടുതലും ഈ സ്പൈസസും അരി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഹോൾസെയിൽ കടകളൊക്കെ ആയിരുന്നു. പഴയ കെട്ടിടങ്ങളായിരുന്നു. അങ്ങനെ പഴയ കെട്ടിടങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ നടന്നിങ്ങ് മട്ടാഞ്ചേരിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മട്ടാഞ്ചേരി ഏകദേശം എത്താറായി. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ അവിടെ ജൂ ടൗൺ ഇങ്ങോട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി വാട്ടർ മെട്രോ എവിടെയാട്ടോ, മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനൽ. നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അന്നേരം നല്ല വൃത്തിയായിട്ട് വാട്ടർ മെട്രോയുടെ അവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന വലത്തെ സൈഡിലാണ് നമ്മൾ മട്ടാഞ്ചേരി പാലസ് വരുന്നത്, മട്ടാഞ്ചേരി കൊട്ടാരം. മട്ടാഞ്ചേരി കൊട്ടാരത്തിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് കുറേ കടകളും. അവിടെ ഇങ്ങനെ ജൂ ടൗൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളന്നേരം ആ വഴി കൂടെ കുറച്ച് നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് മട്ടാഞ്ചേരി കൊട്ടാരം കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. 2 സൈഡിലും ഇഷ്ടംപോലെ കടകളാണ്. എല്ലാത്തരം ഈ ഡെക്കറേറ്റീവ് ഐറ്റംസ്, പിന്നെ ഡ്രസ്സ്, അങ്ങനെയുള്ള കടകളൊക്കെയാണ്. പഴയ കെട്ടിടങ്ങളിനകത്ത് ഇങ്ങനെ കടകളെല്ലാം വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ അതിനകത്തൂടെ നടന്നു. തിരിച്ചങ്ങനെ ഇപ്പുറത്തൂടെ കറങ്ങി നമ്മൾ മട്ടാഞ്ചേരി കൊട്ടാരം കാണാൻ വന്നത്. ഇത് മറ്റൊരു വാതിൽ, നല്ല ഭംഗിയൊക്കെയുള്ളൊരു വാതിലാണ്. ഇതിലേക്കൂടെ നമ്മൾ കയറുമ്പോൾ ഡച്ച് കൊട്ടാരം അഥവാ മട്ടാഞ്ചേരി കൊട്ടാരം കാണാം. ഈ മട്ടാഞ്ചേരി കൊട്ടാരം ഏകദേശം 1545 പോർച്ചുഗീസുകാർ പണി കഴിച്ച് അന്നത്തെ രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് നൽകിയതാണ്. അതിനുശേഷം 1663 ഡച്ചുകാർ ഇതിനെ പുതുക്കി പണിഞ്ഞു. അങ്ങനെയാണ് ഇതിന് ഡച്ച് കൊട്ടാരം എന്നുള്ള പേര് വന്നത്.
അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറി കാഴ്ചകളൊക്കെ കണ്ടു. ഒരു മ്യൂസിയം 5 രൂപ മാത്രമാണ് ഒരാൾക്ക് കയറി കാണുന്നതിന്. ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് ഇത് വരുന്നത്. ഇത് പിന്നാമ്പർ റോഡാണ്. ഡച്ച് കൊട്ടാരം പുറകിൽ നിന്ന് വരുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളത് കണ്ട് കഴിഞ്ഞിറങ്ങി. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടൂറിസ്റ്റ് ബോട്ടിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം നടന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കരിക്കൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മൾ വാട്ടർ മെട്രോയിൽ എവിടെ കയറി ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ആണിത്. നമ്മൾ ഹൈക്കോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഹൈക്കോർട്ട് വരുന്നത്. ഇത് നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന കാർഡാണ്. ഈ കാർഡ് നമ്മൾ തിരിച്ച് അവിടെ ചെല്ലുമ്പോഴും കൊടുക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ കാത്തിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ സമയമായി വാട്ടർ മെട്രോയ്ക്കകത്ത് കയറാനുള്ള. നമ്മൾ പോകുന്നത് ഈ കിടക്കുന്ന വാട്ടർ മെട്രോയ്ക്കകത്താണ്. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയ്ക്കകത്ത് കയറാൻ പോവാണ്. ഒരാൾക്ക് ടിക്കറ്റിന് 40 രൂപ എടുത്ത് കേട്ടോ, ഹൈക്കോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് അതിനകത്തോട്ട് കയറുവാണ്. നമ്മുടെ മറ്റേ മെട്രോയുടെ കണക്ക് തന്നെ അകത്ത് AC ഒക്കെയാണ്. മറ്റേ സീറ്റൊക്കെ അതേ കണക്ക് തന്നെയുള്ള സീറ്റ്. ഈ വാട്ടർ മെട്രോ നമുക്ക് ഇടയ്ക്കൊരു സ്റ്റോപ്പ് വരുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിലാണ്. വില്ലിംഗ്ടൺ ഐലൻഡ് കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോർട്ട്, അതാണ് സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെയും സൈഡ് സീറ്റ് തന്നെ പിടിച്ച് അറ്റത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. ഈ ഇവിടുന്ന് എടുത്തത് ഇതാണ് മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനൽ. ഒരു ഷൂ തൊണ്ട വെള്ളത്തിൽ കൂടെ ഒഴുകി പോന്നു. നമുക്ക് ഇടയ്ക്കുള്ള ഒരു സ്റ്റോപ്പായ വില്ലിംഗ്ടൺ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിത ദ്വീപാണ്. നമ്മുടെ കൊച്ചിയിലുള്ള മനുഷ്യനിർമ്മിത ദ്വീപാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. അവിടെ നമ്മുടെ ദാണ്ട് എടുത്തിട്ടുണ്ട് വില്ലിംഗ്ടൺ ഐലൻഡ് എന്നുണ്ടോ ബോർഡ്. ഹൈക്കോർട്ട് എന്ന ബോർഡ് നമ്മൾ കണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇഷ്ടംപോലെ വാട്ടർ മെട്രോ ഉണ്ടോ കിടക്കുന്ന 2 സൈഡിലും ഇങ്ങനെ കിടപ്പുണ്ട്. ഇനി നമ്മൾ എവിടെ ചെന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് മറൈൻ ഡ്രൈവ്. നമ്മൾ അങ്ങോട്ട് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഹൈക്കോർട്ടിൽ വന്നിറങ്ങി. അവിടെ നിന്ന് കണ്ടോ ഇത് മറൈൻ ഡ്രൈവ് ഉണ്ടോ. ആ സൈഡിൽ 2 സൈഡിൽ ഇഷ്ടംപോലെ മരങ്ങൾ. പിന്നെ ഒരു സൈഡിൽ ഈ കായലിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ ബോട്ടുകൾ കിടപ്പുണ്ട്. ഹൗസ് ബോട്ടും അല്ലാത്ത ബോട്ടും ഒക്കെ. ഇങ്ങനെ ആൾക്കാർ കയറി പോകുന്നൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ കാണാം. അങ്ങനെ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ ഇരുന്നു. നമ്മളിങ്ങനെ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നതിന് ശേഷം വിശ്രമമൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ബ്രോഡ്വേ. അപ്പോൾ നമ്മൾ ബ്രോഡ്വേയിലൂടെയാണ് ഇപ്പം നടക്കുന്നത്. ഈ ബ്രോഡ്വേയിലൂടെ നടന്ന് അപ്പുറത്തെ സൈഡിലെത്തുമ്പം MG റോഡ് മെട്രോ സ്റ്റേഷൻ വരും. അതിനകത്ത് കയറി നമ്മൾ എടപ്പള്ളി പോകാമെന്നാണ് വിചാരിക്കുന്നത്, ലുലു മാളിലോട്ട്. അങ്ങനെ കുറേ നേരം റോഡ്വേയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. ഇഷ്ടംപോലെ കടകൾ, ഹോൾസെയിലായിട്ട് സാധനം എടുക്കുന്നവർക്കൊക്കെ വന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം ഹോൾസെയിൽ കടകളായിരുന്നു. ഇഷ്ടംപോലെ സംഭവങ്ങൾ. അങ്ങനെ നമ്മളിതെല്ലാം ഇങ്ങനെ കണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ കണ്ട് കിടക്കാൻ നമുക്കൊക്കെ ഇഷ്ടമല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു. ബ്രോഡ്വേയിലൂടെ നടന്നു. പിന്നെ കുറച്ച് കടയിലൊക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ പറഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരിടത്തുനിന്ന് കുടയൊക്കെ വാങ്ങിച്ചു, അല്ലാതെ അങ്ങനെ വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ലൈറ്റിൻ്റെ ഒരു ഷോപ്പ്, ഒരു സൈഡ് ഫുള്ള് ലൈറ്റ്സിൻ്റെ ഷോപ്പ്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ MG റോഡിലെത്തി. ഇവിടുന്ന് കണ്ട മെട്രോ വരുന്നത്. നമ്മൾ ഈ മെട്രോയ്ക്കകത്ത് കയറി എടപ്പള്ളിയിലാണ് പോകുന്നത്. എടപ്പള്ളി ലുലു മാളിൽ. എടപ്പള്ളി സ്റ്റേഷനിൽ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെ കേട്ടോ. നമ്മൾ എടപ്പള്ളി സ്റ്റേഷനിൽ കൂടെ തന്നെ ലുലുവിലോട്ട് കയറാൻ പറ്റുമല്ലോ. ആ വഴി കൂടെ ലുലുവിൽ പോയി. ലുലുവിൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നു, ഫുഡ് വാങ്ങിക്കുന്നു എന്നുള്ളതേ ഉള്ളായിരുന്നു. നമ്മളങ്ങനെ പോയി 2-3 ജ്യൂസ് വാങ്ങിച്ചു. ഒരു സെറ്റ് ഓഫ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ മെട്രോയിൽ തന്നെ കയറി തൃപ്പൂണിത്തറ വന്നിറങ്ങി. തൃപ്പൂണിത്തറയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന വേനാടിന് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇത് ഷൊർണൂരിൽ നിന്ന് 2:30 എടുക്കും. 10 മണിക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചേരും. ഏകദേശം ഒരു 7:30 ആകുമ്പോൾ കരുനാഗപ്പള്ളി എത്തുന്ന ട്രെയിനാണ്. അതാണ്ട് കേരള എക്സ്പ്രസ് പോകുന്നതിൻ്റെ ഇടയ്ക്ക്. ഇത് ഡെയിലി പോകുന്ന ട്രെയിനാണ് കേട്ടോ, ന്യൂഡൽഹി വരെ. അതിൻ്റെ ഇടയ്ക്ക് മെട്രോ പോകുന്ന കണ്ടോ. മെട്രോ ഒക്കെ പോകുന്ന കണ്ട് കുറച്ച് നേരം നിന്നപ്പം നമ്മുടെ വേനാട് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ ട്രെയിനകത്ത് കയറി വീട്ടിൽ പോകാൻ പോവുകയാണ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരേക്കും ബൈ ബൈ, ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.